വെക്കേഷൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ട്രിപ്പ് പോയാലേ സമാധാനം ഉണ്ടാവുള്ളൂ. വീട്ടിലെല്ലായിടത്തും ഇങ്ങനെ ട്രിപ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കില്ലേ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വൺ ഡേ ട്രിപ്പുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വൺ ഡേ ട്രിപ്പ് പോകാൻ എങ്ങോട്ടൊക്കെയാണ് നല്ലൊരു പ്ലേസ് പറഞ്ഞു തരുമെന്നാണ്. നമ്മുടെ എറണാകുളം ഉള്ളപ്പോൾ പിന്നെ ഇനി വേറെ സ്ഥലം അന്വേഷിക്കണോ അല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതാ നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള നമ്മുടെ മെട്രോയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാനായിട്ട് ക്രീക്ക് വില്ലേജ് നമ്മളോടൊപ്പം ചേരുകയാണ്. അപ്പോൾ ക്രീക്ക് വില്ലേജിൻ്റെ കുറേ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോൾഫിനെ കണ്ടു കേട്ടോ. ഭയങ്കര സന്തോഷമായി ഡോൾഫിനെ കണ്ടപ്പോൾ. എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മൾ ക്രീക്ക് വില്ലേജിലുള്ള ആക്ടിവിറ്റീസുകൾ, ബോട്ടിന് പോകുന്നു, അതുപോലെ തന്നെ 3 hours ബോട്ട് റൈഡ് ഉണ്ട്, സീ ഗോയിങ് ട്രിപ്പാണ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ അതിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ബോട്ടിനകത്തേക്ക് കയറി ഏകദേശം 11 മണിക്ക് തന്നെ ഈ ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ശരിക്കും ഇതൊരു സീ ഗോയിങ് ട്രിപ്പാണ്. അപ്പോൾ സീയിലേക്ക് പോയിട്ട് അവിടെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരുന്ന ഇതാണ് ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുന്നത്. നമുക്ക് ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടും ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമുള്ളവർക്കും ഈ ഒരു ട്രിപ്പ് തിരഞ്ഞെടുക്കാം. അപ്പോൾ അപ്പർ ഡെക്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ഒരു ടീമുണ്ട്. നമുക്ക് അവിടെ ഇടയ്ക്ക് പോയി നോക്കാം. അപ്പോൾ ഫാമിലി മെമ്പേഴ്സായിട്ട് ഞങ്ങളിവിടെ കുറച്ച് പേര് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഇരുന്നു. ഇവിടെ നല്ല രസമാണ് കേട്ടോ, കാണാനൊക്കെ നല്ല രസമാണ്, കാഴ്ചകളെല്ലാം ആസ്വദിക്കാം. ബോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവില്ലേ. നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ വാട്ടർ മെട്രോയുടെ തൊട്ടിപ്പുറത്തുനിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്രീക്ക് വില്ലേജിന്റെ ഈ ഒരു ബോട്ടിൽ കയറാനായിട്ട് പറ്റും. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. സാഗർ റാണി ബോട്ട് ജെട്ടിയിൽ നിന്ന് എടുത്തു. നമ്മളിനി നേരെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് വിശാലമായ കൊച്ചിയുടെ ആ ഒരു സീയുടെ സൗന്ദര്യം, അത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിറയെ കാണാനുള്ള കാഴ്ചകൾ കാണും അല്ലേ. ബോൾഗാട്ടി പാലസ് ഉണ്ട്, അതുപോലെ തന്നെ താജ് മലബാർ ഉണ്ട്, പിന്നെ അതുപോലെ നിറയെ ഏരിയ ഇവിടെ മുഴുവൻ നമുക്ക് അറിയാവുന്ന ഏരിയയാണ്. അപ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുവാണ്. നമുക്ക് ലഞ്ച് വരുന്നത് സീയുടെ ആ ഒരു പ്രത്യേക പോയിന്റ്, ആ പോയിന്റ് വരെയാണ് ബോട്ടുകൾക്കും ഷിപ്പുകൾക്കും ഒക്കെ പോകുന്ന ഒരു ഏരിയ. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പോകുന്ന ഏരിയ മൊത്തം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കോൺഫറൻസ് ഹാളാണ് കേട്ടോ. ഇത് ഫുള്ളി AC ആയിട്ടുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ തൊട്ട് മുകളിൽ അപ്പർ ഡെക്കിലാണ് 100ഓളം പേഴ്സൺസിൻ്റെ ഒരു ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ പോയിട്ട് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാണാം. അവിടെയാണ് കുറേ ആക്ടിവിറ്റീസുകളുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ പെർ പേഴ്സൺസ് ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും തന്നെ ഈ ഒരു പാക്കേജിൽ പോരാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രൂപ്പിനോടൊപ്പം ഏകദേശം 100ഓളം ആളുകൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഗെറ്റ് ടുഗദർ നടത്താൻ പറ്റുന്നത് തന്നെയാണ് സാഗർ റാണി. അപ്പോൾ സാഗർ റാണി ആൻഡ് മേരി മാത അങ്ങനെ 2 ക്രൂയിസ് ബോട്ടുകളാണ് നമ്മുടെ ക്രീക്ക് വില്ലേജിൻ്റെ ആയിട്ടുള്ളത്. വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്പെഷ്യലി ഇതുപോലെ ഓരോ പാക്കേജുകളായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 111 പാക്കേജ്, 333 പാക്കേജ്, 555 പാക്കേജ്, അതുപോലെ 999 പാക്കേജ്, അങ്ങനെ കസ്റ്റമൈസ്ഡ് പാക്കേജുകളും അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബഡ്ജറ്റ് പറഞ്ഞ് പാക്കേജ് സെറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മൾ നേരെ ഇനി പോകുന്നത് സീയുടെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ബോട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ ഭയങ്കര ശബ്ദം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ പറയുന്നത്. ഇത് നമ്മുടെ കോൺഫറൻസ് ഹാളാണ്. നമുക്ക് ഈ കൊച്ചി കായലിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ അറബിക്കടലിലേക്ക് കയറുമ്പോൾ നമുക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. ഭയങ്കര തിരയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോട്ടിന് ഇങ്ങനെ ഒരു ആടുന്നുണ്ട് തിരയിൽ. അപ്പോൾ ഇത് വേണമെങ്കിൽ നീക്കാൻ, പക്ഷെ നീക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങോട്ട് ഇങ്ങനെ കയറും, അതുപോലെ ഇങ്ങനെ അടിച്ച് കയറും. അതുകൊണ്ടാണ് ഞാനിത് നീക്കാത്തത്. പിന്നെ നല്ല നോയ്സും ഉണ്ട്. നമ്മളിപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ അറബിക്കടലിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തും. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ശരിക്കും ഫുഡ് സെർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ.
നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ ഒരു മാതൃകയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോൾഫിനെ കണ്ടു കേട്ടോ. ഭയങ്കര സന്തോഷമായി ഡോൾഫിനെ കണ്ടപ്പോൾ. പക്ഷെ നമുക്ക് ക്യാമറയിൽ പെട്ടെന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. ഡോൾഫിനെ കണ്ടതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ക്യാമറയിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ 2-3 എണ്ണത്തിന് അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് പൊങ്ങി ചാടുന്ന കണ്ടു. ഏറ്റവും വലിയൊരു രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവയിൽ പോയപ്പോൾ ഡോൾഫിൻ ബീച്ചിൽ പോയിട്ട് പോലും ഡോൾഫിൻ ഇത്രയും ഭംഗിയായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത്രയും രസമായിട്ട് കണ്ടു. അപ്പോൾ ഇവർ ബോട്ടിൽ ഇവിടെ ആളുകൾ പറയുമായിരുന്നു രാവിലെയൊക്കെ വരുവാണെങ്കിൽ വലിയ തിരയില്ലാത്ത സമയമാണെങ്കിൽ കുറേ ഡോൾഫിൻസിനെ കാണാൻ പറ്റും. അവർ നല്ല പൊങ്ങി ചാടുന്നതൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഇനി നോക്കിയിരിക്കുക ഈ ഏരിയയിൽ ഉണ്ടോ ഡോൾഫിൻ എന്ന് അറിയാനായിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആടി പോകുന്നുണ്ട് കേട്ടോ. നല്ല തിരമാലയൊക്കെ വരുമ്പോൾ എന്തായാലും രസമാണ് ഈ ഒരു യാത്ര. നമുക്കിനി മുകളിൽ അപ്പർ ഡെക്കിൽ കയറാം. അവിടെ നല്ല ഡാൻസും പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കേട്ടോ അപ്പോൾ അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും. അതിനിടയിൽ മുകളിലത്തെ ഡാൻസും എല്ലാം കണ്ടു. അടിപൊളി ഡാൻസ് ആയിരുന്നു അല്ലേ. അതുപോലെ നല്ല നല്ല പാട്ടുകളും അവർ നമുക്ക് പാടിത്തന്നു. പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പാട്ടും അതുപോലെ തന്നെ ഈ ഡാൻസിൻ്റെ ഒന്ന് യഥാർത്ഥ പാട്ടുകൾ നിങ്ങളിലേക്ക് ഇടാൻ പറ്റില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഏകദേശം പുറംകടലിൽ വരെ പോയി അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചത്. അതിനുശേഷം എന്താ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾക്ക് കൊച്ചിയുടെ മറ്റുള്ള കാഴ്ചകൾ, ബോൾഗാട്ടി പാലസ്, LNT ടെർമിനൽ, പിന്നെ വലിയ വലിയ ഷിപ്പുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ടെർമിനലും എല്ലാം കണ്ട് നമ്മൾ പതിയെ പിന്നെ അങ്ങ് തിരിച്ച് നമ്മൾ വന്നത് എവിടെയാണോ അവിടേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അതിനുശേഷമാണ് ഇനി അടുത്ത പ്രോഗ്രാം ക്രീക്ക് വില്ലേജിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ക്രീക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസ് നടക്കുന്ന ക്രീക്ക് വില്ലേജിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ കാത്തിരിക്കുന്നത് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് ആണ്. അത് കാണാൻ റെഡിയാണല്ലോ. അപ്പം നമ്മൾ മറൈൻ ഡ്രൈവ് ബോട്ട് ജെട്ടിയിൽ നിന്ന് നേരെ വന്നത് ഇവിടെ ക്യൂൻസ് വാക്ക് വേയിലേക്കാണോ. നേരെ നമുക്ക് അവിടെ നിന്ന് ബോട്ടിൽ ക്രീക്ക് വില്ലേജിലേക്ക് പോകാമായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ നിന്നാണ് കയറിയത്. അപ്പോൾ ഇത് ക്യൂൻസ് വാക്ക് വേ ആണ്. അവിടെ നിന്ന് നമ്മളിനി ഒരു ചെറിയ ബോട്ടിലാണ് നമ്മുടെ ക്രീക്ക് വില്ലേജിലേക്ക് പോകുന്നത്. അങ്ങ് കാണുന്നതാണ് ക്രീക്ക് വില്ലേജ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. ലെറ്റ്സ് ഗോ. യെസ്, അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ടോ, ക്രീക്ക് വില്ലേജ് കൊച്ചി. അവിടെ എത്തി. ഈ ഒരു പ്രദേശമാണ് ക്രീക്ക് വില്ലേജ് കൊച്ചി. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫിഷിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കയാക്കിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഒന്ന് രസിപ്പിക്കാനൊക്കെ ആയിട്ട് മാജിക് ഷോ ഉണ്ട്. അപ്പോൾ മാജിക് ഷോ അതേ ഉടൻ തുടങ്ങാൻ പോവുകയാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന എല്ലാവരെയും കണ്ടോ, ഇവർ ഒരു ഗ്രൂപ്പായിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഗ്രൂപ്പ് ട്രിപ്പായിരുന്നു. നമ്മുടെ ബോട്ടിൻ്റെ മുകളിൽ ഗ്രൂപ്പായിട്ടുള്ള ആളുകളായിരുന്നു. അങ്ങനത്തെ 2 ബോട്ടായിരുന്നു നമ്മുടെ ഈ ക്രീക്ക് വില്ലേജ് ഇന്ന് സെറ്റ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജുകൾ, കസ്റ്റമൈസ്ഡ് പാക്കേജുകൾ എല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ നമ്മുടെ കൂടെ യാത്ര ചെയ്ത വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മേരി മാത ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ ടീം മെമ്പേഴ്സാണ് ഇവരെല്ലാവരും. ഏകദേശം 200ഓളം ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പേരാണ് ഇന്ന് ഈ ഒരു ക്രീക്ക് വില്ലേജിലേക്ക് എത്തിയിരിക്കുന്നത്, ഇവിടെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കാണാം. ഓക്കെ, നേരെ മാജിക് ഷോയിലേക്ക് വാ.
കയാക്കിങ്ങിനുള്ള ബോട്ടും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അതൊക്കെ ഒന്ന് കവർ ചെയ്യാം. വാ. വില്ലേജിന്റെ തൊട്ടടുത്തത് കണ്ടൽ കാടുകളുടെ അടുത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൽ കാടുകൾ ഒരു സൈഡിൽ, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വളരെ അമ്പരചുംബികളായിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ. ഇങ്ങനെ ഒരു സ്ഥലം നമ്മൾ എങ്ങും കാണില്ല കേട്ടോ. ഇപ്പോൾ ക്രീക്ക് വില്ലേജിൻ്റെ തന്നെയാണ് കടമക്കുടിയിൽ, പക്ഷെ അവിടെ ഒരു വില്ലേജ് അറ്റ്മോസ്ഫിയർ ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ വില്ലേജ് അറ്റ്മോസ്ഫിയറും ആ ഒരു നഗരം കൂടെ, ആ ഒരു സിറ്റി അറ്റ്മോസ്ഫിയറും കൂടെ ചേർന്ന് വരുന്ന അതിന് നടുവിലൂടെയാണ് നമുക്ക് കയാക്കിങ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കയാക്കിങ്ങിലേക്ക് നമുക്ക് കയറണം. അവിടെ 200ഓളം ആളുകളാണ് ഇന്ന് കയാക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. സ്പീഡ് ബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ കയാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ കയാക്കിംഗ് ഒക്കെ കയറാൻ കുറച്ച് പേർക്ക് ഭയങ്കര പേടി, പക്ഷെ പേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് പറഞ്ഞു തരാനായിട്ട് ഇതാ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ക്രീക്ക് വില്ലേജിൻ്റെ ഒരു പാർട്ട്ണറായിട്ടുള്ള തോമസ് സാറാണ്. സാർ നമസ്കാരം. നല്ല അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഒരു സ്ഥലത്ത് വില്ലേജ് അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് സിറ്റിയുടെ ആ ഒരു അതിന്റെ രണ്ടിന്റെ നടുക്ക് നമുക്ക് ഇങ്ങനെ കയാക്കിംഗ് ചെയ്ത് നടക്കാം. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് തുറഞ്ഞു പോകാൻ പറ്റിയതാണ്. എത്ര വയസ്സ് മുതലുള്ള കുട്ടികൾക്ക്? ശരിക്കും ഒരു 5 വയസ്സിനൊക്കെ മുതൽ സുഖമായിട്ട് പോകാം. നമുക്ക് ഇത് മറിയൊന്നുമില്ല, ഒന്നും അറിയില്ല. അതും കയറുമ്പോൾ മാത്രം ഒന്ന് കറക്റ്റായിട്ട് കയറിയാൽ മതി, അറിയത്തൊന്നുമില്ല. കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സെറ്റ് ആയിട്ട് നമുക്ക്. അപ്പൊ എത്ര നേരം കൊണ്ട് നമുക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും? ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കാവുന്ന കാര്യം. അത്രയും സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഇത് എത്ര നാളായിട്ടാണ് ഇപ്പൊ ഈ ഒരു ക്രീക്ക് വില്ലേജ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കൊണ്ടുവന്നിട്ട്? ഞങ്ങളൊരു ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ രീതിയിൽ ഇനാഗ്രേഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. കുറച്ച് ഏറ്റത്തിന്റെ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് കുറച്ച് ഡിലേ ആയി. ഓൾറെഡി ഞങ്ങൾ ഫുൾ സ്ട്രെച്ചിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിംഗ്. അപ്പൊ ഇന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ സ്ട്രെച്ചിലേക്ക് വന്നു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബോട്ടിങ്, സ്പീഡ് ബോട്ടിങ്, കയാക്കിങ്, പിന്നെ ചെറിയൊരു ഇവന്റ്സ് നടത്താനുള്ള പ്രോഗ്രാം ഉള്ളത്, പിന്നെ കടമക്കുടി, അങ്ങനെ പല പ്രോഗ്രാംസും ഞങ്ങൾ ഇതായിട്ട് ക്ലബ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നെ കൊച്ചി മെട്രോ ആയിട്ടുള്ള രീതിയിലും പ്ലാൻ ചെയ്തൊക്കെ വരുന്നുണ്ട്. അപ്പൊ ശരിക്കും എല്ലാം കൂടെ കണക്റ്റഡ് ആണ് ഇവിടെ അല്ലേ? ഇപ്പൊ കടമക്കുടി കുറെ നാളുകളായിട്ട് ചെയ്യുന്നതല്ലേ? കടമക്കുടി കുറെ നാളുകളായിട്ട് ചെയ്യുന്നതാണ്. റെഗുലർ ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ റെഗുലർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ കടമക്കുടിയിൽ നമ്മൾ ചെല്ലുമ്പോൾ എപ്പോഴും ഈ കയാക്കിംഗ് നടത്തുന്നത് കാണായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ വിചാരം ഇതൊരു യങ്സ്റ്റേഴ്സിന് മാത്രം ഉള്ളതാണ്, ഇനി എങ്ങ വീണ് പോയാലും അവർ കയറി വരും അങ്ങനെയൊക്കെ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ലേഡീസും കുട്ടികളും എല്ലാവരും എൻജോയ് ചെയ്യും. കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ ഒരു പാർട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോഴേക്കും അവർക്ക് ആദ്യം ലേഡീസ് ഒന്നും കയറില്ലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാം തിരിച്ച് കയാക്കിന് കയറി അവരെല്ലാം ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് പോയത്. കയാക്കിംഗ് നമുക്ക് ഇവിടെ എത്ര ബോട്ടുകളുണ്ട്? ഇപ്പൊ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ ഒരു 11 ഇവിടെ ഉണ്ട്. കടമക്കുടിയിലുണ്ട്, ഇതിനെക്കാളും ഡബിൾ കടമക്കുടിയിലുണ്ട്. ശരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ അട്രാക്ട് ചെയ്യുന്നത് കടമക്കുടിയിലേക്കാണ്. പക്ഷെ ഇവിടെ ആൾക്കാർക്ക് സിറ്റിയോട് അടുത്ത് കിടക്കുന്നുണ്ട്. യങ്സ്റ്റേഴ്സിനൊക്കെ വന്ന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഇത്. ഓക്കെ, നമ്മൾ വേറെ എന്തൊക്കെയാ ഇവിടെ ഇപ്പോ ഈ ക്രീക്ക് വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ ഞങ്ങൾ ഫുഡ് കോർട്ട് വരെ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഇമ്മീഡിയറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഫുഡ് കോർട്ട് ഉണ്ട്, പിന്നെ സ്പീഡ് ബോട്ട്, കയാക്കിംഗ്, അതുപോലെ മീൻ പിടിക്കാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ആക്ടിവിറ്റീസും. അപ്പൊ അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പൊ പാക്കേജുകളാണല്ലോ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഏത് തരത്തിലുള്ള ആളുകൾക്കും വരാനായിട്ട് പറ്റും. ഇവിടെ വന്ന് ഇതിലുള്ള ചെറിയ പാക്കേജ് മുതൽ വലിയ പാക്കേജ് വരെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പാർട്ട്ണറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി വളരെ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പുള്ളിക്ക് ഒരുപാട് കണക്ഷൻസും ഒരുപാട് ഐഡിയാസും എല്ലാ പാർട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ പുള്ളിക്ക് ഒരുപാടുണ്ട്. ഓക്കെ, അപ്പൊ അടിപൊളിയാവട്ടെ നമ്മുടെ ക്രീക്ക് വില്ലേജ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ക്രീക്ക് വില്ലേജിൻ്റെ വിശേഷങ്ങളാണ് കേട്ടത്. ഇതുപോലെ നമുക്ക് വേണ്ട ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് പാക്കേജും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 111 സ്റ്റാർട്ട് ചെയ്ത് 999 അതുപോലെ അതിന് മുകളിലേക്ക് അങ്ങനെ നമുക്ക് ഫാമിലി ഗെറ്റ് ടുഗദറിനും എല്ലാം വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെ ക്രീക്ക് വില്ലേജിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കും അങ്ങോട്ട് പോകാമല്ലേ, ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചൂണ്ടയിട്ട് നോക്കിയാലോ? ഇവിടെ മീൻ കിട്ടുമെന്നൊന്നും അറിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ചേട്ടന്മാർ പറഞ്ഞു തന്നു നല്ല കൊഞ്ചിനെയൊക്കെ വെച്ചിട്ട് ചൂണ്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കിട്ടുന്ന പറഞ്ഞു. പക്ഷേ കൊഞ്ചിനൊന്നും കിട്ടിയില്ല. നമ്മൾ ഉള്ള ഒരു ഇത് എരം വെച്ചിട്ട് ചൂണ്ടയിടാൻ പോകാം കേട്ടോ. വല്ലതും കിട്ടുമെന്ന് നോക്കാം.
ഇതാണ് നമ്മുടെ കയാക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെയുള്ള ക്യൂ കണ്ടു കാണുമല്ലോ, നല്ല ക്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്ത് കയറാൻ സമയം കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, സൂപ്പർ ക്ലൈമറ്റ് ആണ് കേട്ടോ. വെയിലില്ല. ഇപ്പോൾ ഒരു ഈവനിങ് ടൈം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല രസമാണ് ഈ ഒരു സമയത്ത് ഈ കണ്ടൽ കാടിൻ്റെ അടുത്തൂടെയും അതുപോലെ തന്നെ ഒരു സിറ്റിയുടെ വൈബ് തൊട്ടിപ്പുറത്ത് വില്ലേജ് വൈബ്, ഇതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ കയാക്കിംഗ് ചെയ്ത് പോകാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ക്രീക്ക് വില്ലേജിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി കയാക്കിംഗ് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയും ചെയ്യരുത്, വന്ന് ട്രൈ ചെയ്യുക. സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കയാക്കിംഗ് എങ്ങനെയാണ് തുടയേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും വരുമ്പോൾ കയാക്കിംഗ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൊച്ചുകുട്ടികൾ ഒരു 5 വയസ്സിന് മുകളിലുള്ളവർക്ക് മുതൽ കയാക്കിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഏത് പ്രായമുള്ളവർക്കും കയാക്കിംഗ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. അപ്പോൾ നിങ്ങളും വന്നിട്ട് ട്രൈ ചെയ്യണം. ഈ ഒരു ബോട്ട് കണ്ടോ, ഈ ഒരു ബോട്ട് അടിപൊളിയല്ലേ. ഏകദേശം 100-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ബോട്ടാണ് ഈ ബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈവനിങ്ങിൽ നൈറ്റിൽ പോകുന്ന ബോട്ടാണ് കേട്ടോ ഇത്. നല്ല രസമല്ലേ, ഫുൾ ലൈറ്റൊക്കെ ആയിട്ട്. നമ്മുടെ ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല നൈറ്റ് ക്രൂയിസൊക്കെ കാണാൻ പറ്റില്ല, അതേപോലെ തന്നെ നമ്മുടെ കൊച്ചിയിൽ എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതും ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്രീക്ക് വില്ലേജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ബോട്ടും പ്രവർത്തിക്കുന്നത്. ഇന്ദ്ര എന്ന് പറയുന്ന ബോട്ടാണിത്. ഇത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടാണ്, കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെയാണ്. അപ്പോൾ ഈ ബോട്ടിന് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. അതിൻ്റെ ബോട്ട് ഡ്രൈവറാണ് നമ്മളൊക്കെ ഉള്ളത്. അതിൻ്റെ പേര് അംബരീഷ്. ഈ ബോട്ടിൻ്റെ എന്തൊക്കെ പ്രത്യേകതകൾ? ബോട്ടിൻ്റെ സോളാറിലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡീസൽ ജനറേറ്റർ പ്രൊപ്പൽഷൻ അല്ല നമ്മളുടെ ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് എക്കണോമിക്കലി വളരെയധികം നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിനും നമുക്ക് ജനങ്ങൾക്കും വളരെയധികം ചെലവ് ചുരുങ്ങിയതാണ്. പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സോളാർ പ്രൊപ്പൽഷൻ ബോട്ടാണ് നമ്മുടെ ഇന്ദ്ര എന്നുള്ളത്. നമുക്ക് 100 പേരാണ് നമ്മുടെ കപ്പാസിറ്റി. പിന്നെ 100 പേരുടെ ഫുള്ളി AC ആയിട്ടുള്ള നമ്മുടെ താഴത്തെ ഫ്ലോർ ഉണ്ട്. പിന്നെ നമുക്ക് മേളത്തെ ഫ്ലോർ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ജെട്ടിയിൽ നിന്ന് ആരംഭിച്ച് മറൈൻ ഡ്രൈവ് വഴി, മറൈൻ ഡ്രൈവിൽ നിന്നും ഹൈക്കോട് ജംഗ്ഷൻ വഴി നമ്മൾ ഈ ബോൾഗാട്ടിയുടെ അവിടെ നിന്ന് നമ്മൾ ഹയാത്ത് വഴി കണ്ടെയ്നർ ടെർമിനൽ ചുറ്റി വൈപ്പൻ ഐലൻഡ് കണ്ട് സീമോത്ത് ചെന്ന് അവിടെ നിന്ന് ഫോർട്ട് കൊച്ചി വഴി നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ പൗരാണിക പ്രദേശങ്ങളിലൂടെ വന്നിട്ട് നമ്മുടെ ട്രിപ്പ് അവസാനിക്കും. നമ്മുടെ ക്രീക്ക് വില്ലേജിലേക്ക് വരുന്ന ഒരു പുതിയ ട്രിപ്പാണ്. അതെ, അതൊരു പുതിയ. ഇത് എത്ര മണി വരെയാ? ഇത് നമ്മൾ 2 ട്രിപ്പാണ്, 6 to 10:30. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വരെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഫാമിലി ആയിട്ട് വരാം, ഫ്രണ്ട്സുമായിട്ട് വരാം. ഒരു ഗെറ്റ് ടുഗദറിന് വേണമെങ്കിൽ നമുക്ക് ബോട്ടിലും അതുപോലെ തന്നെ ക്രീക്ക് വില്ലേജിലും വന്നിട്ട് ആഘോഷിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്, ക്രീക്ക് വില്ലേജ് കൊച്ചിൻ. അപ്പോൾ ഇനി അത് അടിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ നമ്പറും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല സൂപ്പർ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ.